നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂൺ 19 മുതൽ ജൂൺ 25 വരെ നടക്കുന്ന വായനാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നീലി എന്ന കവിത ഒരു വിദ്യാർത്ഥിനി നെറ്റ് മലയാളം ന്യൂസിന് മുന്നിൽ അവതരിപ്പിച്ചു. കേട്ടിരുന്നു പോകും, അത്രയ്ക്ക് അതിമനോഹരമായ ആലാപനമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻസും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനമാകുമത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. കരിമ്പാറമേൽ ചിതറുമസ്തിഖണ്ഡങ്ങൾ, തലയോടുകൾ, കവിതയുടെ മുത്തു പൊട്ടിച്ചിതറിയുന്ന കിരണങ്ങൾ, പല്ലുകൾ, നഖങ്ങൾ, മലവേടക്കിടാത്തിയുടെ ചില്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനീ, കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കളവരുത് കളവരുത് രാത്രിയുടെ പുത്രീ. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലില നക്കി തുടയ്ക്കുന്ന കുന്തിയായി. ഒക്കത്തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്കുമർദ്ധനഗ്നാംഗിയാം പാണ്ടിക്കുറത്തിയായി. ശ്രീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി. അമ്മി കൊത്തുന്ന വില്ലുപുരത്തെ ശിവകാമിയായി. നിന്നിൽ നിന്നു മൊഴിഞ്ഞുവോ കാന്താര കന്മതം. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കവിത പറയുന്നതും നേരോ? നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കവിത പറയുന്നതും നേരോ? തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് യു ഡിവിഷനിൽ പഠിക്കുന്ന ഗൗരി ശ്രീകാന്ത് എന്ന വിദ്യാർത്ഥിനിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച നീലി എന്ന കവിത അതിമനോഹരമായി പാടിയത്. വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ കവിയും പത്രപ്രവർത്തകനുമാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ, തിരുവനന്തപുരം.